ഹായ് ഫ്രണ്ട്സ്, ഓരോ പ്രാവശ്യവും റീലിടാൻ നേരത്തെ പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം നെഗറ്റീവ് ന്യൂസസാണ്. നമുക്ക് നെഗറ്റീവ് ന്യൂസാണ് മാർക്കറ്റ് തരുന്നത്, അല്ലെങ്കിൽ വേൾഡ് തരുന്നത്. നമുക്കതല്ലേ പറയാൻ സാധിക്കത്തുള്ളൂ. എനിവേ, ഇന്നൊരു ഗ്രേറ്റ് ന്യൂസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇറാൻ എഗ്രീസ് ഫോർ എ പീസ് ടോക്ക്. അത് വലിയൊരു ഗ്രേറ്റ് ന്യൂസാണ്. ഇറാൻ 2 ഉപാധികൾ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഉപാധി ഇറാൻ്റെ നഷ്ടം ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, തീർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇറാനെ ഫർദർ ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ന്യൂസ് ഒരു വലിയൊരു ന്യൂസായിട്ട് മാറിയിട്ട് ലോകം വാറിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനി സാഹചര്യത്തിലും ഒരിക്കലൊരു വാറ് ഉണ്ടാകാതിരിക്കട്ടെ. ലോകത്ത് ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാണ്. കാര്യം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, എന്തുമാത്രം ജനങ്ങളാണ് ലോകം മുഴുവൻ സഫർ ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ഗ്രേറ്റ് ന്യൂസിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഡൗ ജോൺസ് ഓപ്പൺ ചെയ്ത വീക്ക്നെസ്സിലായിരുന്നു. ഇന്ന് US ഫ്യൂച്ചേഴ്സ് വർക്ക് ചെയ്യുന്ന വീക്ക്നെസ്സിലാണ്. അതുപോലെ ഇന്നലെ വീണ്ടും ക്രൂഡിൻ്റെ പ്രൈസ് സംതിങ് അറൗണ്ട് 6 to 7% കൂടിയിട്ടുണ്ട്. എനിവേ, ഇതിനെയൊക്കെ തരണം ചെയ്യാവുന്ന ഗ്രേറ്റ് ന്യൂസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് കയറുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും ഗ്രേറ്റ് ന്യൂസ് എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർ, മറ്റുള്ള കൺട്രീസ് അത് ടേക്കപ്പ് ചെയ്യുന്നത്, അത് നല്ലതാകട്ടെ എന്നുള്ള ഒരു ശുഭ വിശ്വാസത്തിൽ നമുക്ക് ഇന്നത്തെ റീൽ നമുക്ക് ക്ലോസ് ചെയ്യാം.